നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ എന്നും വഴക്കാന്ന് വിചാരിക്കും, ഭയങ്കര അടിയുണ്ടെന്ന് വിചാരിക്കുക. ഇനി അല്ല, അങ്ങനെ അടി കൂടുന്ന കുറേ പങ്കാളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്തരം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അങ്ങനെയുള്ള അടി എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് കാര്യത്തിനാണ് നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കിടുന്നത് എന്ന് ആലോചിക്കുക. മിക്കവാറും അധികവും ഒറ്റ കാര്യത്തിനായിരിക്കും. ആ വിഷയം വരുമ്പോഴാണ് രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കാവുന്നത്. ആ കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, അങ്ങനെ ഒരു കാര്യത്തിന് ഏത് സാഹചര്യത്തിലാണ് വഴക്ക് ആരംഭിക്കുന്നത് നോക്കുക. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും പ്രത്യേക മൂഡിലായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കാം. അങ്ങനെ ഏത് സാഹചര്യത്തിലാണ് വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. മൂന്നാമത്തത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് പറയുമ്പോഴാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെ ഈ വഷളാവുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നാലാമത്തത്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്ത് പറഞ്ഞാലാണ് അയാൾ ക്ഷമിക്കുക, അയാൾ എന്ത് പറഞ്ഞാലാണ് ഞാൻ ക്ഷമിക്കുക എന്നും ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നമേ ഉണ്ടാവില്ല. അതേസമയം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മനസ്സിലാക്കി, പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ വഴക്കെന്ന് മാറി നിൽക്കുമ്പോഴും ഓപ്പോസിറ്റ് പാർട്ണർ വഴക്കിന് വരുമല്ലോ. അതുകൊണ്ട് എപ്പോഴാണോ വഴക്കില്ലാത്തത് ആ സമയത്ത് അവളെ അല്ലെങ്കിൽ അവനെ കൂട്ടിയിരുത്തിട്ട് ഈ 4 കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക. അതോടുകൂടെ നിങ്ങളെ പ്രശ്നം തീരുമെന്നുള്ളതാണ്. ജീവിതത്തിലൊന്ന് പയറ്റി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.